ഏക്നാഥ് ഷിൻഡെ ആശുപത്രി വിട്ടു. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് വന്നതാണെന്ന് പറഞ്ഞ ഏക്നാഥ് ഷിൻഡെ നാളത്തെ മഹായുദ്ധി യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തോട് പ്രതികരിച്ചില്ല. അതേസമയം പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി വിപുലമായ ഒരുക്കങ്ങളാണ് മുംബൈയിൽ നടക്കുന്നത്. മഹാരാഷ്ട്രയുടെ കാവൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ആശുപത്രി വിട്ടു. तब्येत चांगली आहे, चेकअपसाठी आलो होतो. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് താനെയിലെ ജൂപ്പിറ്റർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഷിൻഡെയെ വിശദമായ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമാണ് വിട്ടയച്ചത്. ഇന്ന് നടക്കാനിരുന്ന മഹായുദ്ധി സഖ്യത്തിന്റെ നിർണായക യോഗങ്ങൾ ഷിൻഡെയുടെ അനാരോഗ്യം ചൂണ്ടിക്കാട്ടി റദ്ദാക്കിയിരുന്നു. നാളത്തെ യോഗങ്ങളിൽ ഷിൻഡെ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കേന്ദ്ര നിരീക്ഷണ സംഘം നാളെ BJP MLA-മാരുമായി യോഗം ചേരും. ഈ യോഗത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതേസമയം മഹാരാഷ്ട്രയിലെ പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിസംബർ 5-ന് മുഖ്യമന്ത്രിയും 2 ഉപമുഖ്യമന്ത്രിമാരും മാത്രമാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം നിരവധി പ്രമുഖർ പങ്കെടുക്കും. മഹാരാഷ്ട്രയിൽ 10 ദിവസം കഴിഞ്ഞിട്ടും മഹായുദ്ധി സഖ്യത്തിന് വൻ ഭൂരിപക്ഷം ലഭിച്ചിട്ടും സർക്കാർ രൂപീകരിച്ചിട്ടില്ലെന്നത് ഒരുമിച്ച് നിന്നാൽ സുരക്ഷ എന്ന മുദ്രാവാക്യവുമായി തെരഞ്ഞെടുപ്പിൽ ജയിച്ച സഖ്യത്തിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വകുപ്പുകളെ ചൊല്ലിയുള്ള തർക്കമാണ് പ്രധാനമായി ധാരണയിലെത്താൻ കഴിയാതെ തീരുമാനങ്ങൾ നീളുവാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.